നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, കഴിഞ്ഞ ആഴ്ചയാണ് നാം വാരഫലം ആരംഭിച്ചത്. നല്ല പ്രതികരണം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പലരും ആവശ്യപ്പെട്ടു ഓരോ രാശിയിൽപ്പെട്ടവരുടെയും ഫലം പ്രത്യേകമായി പറയണമെന്ന്. അതിനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ ഈ വാരം മുതൽ നടത്തുന്നത്. ചിങ്ങം രാശി വരെ നാം ഫലം പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് കന്നി രാശിയാണ്. ഒരു ചെറിയ അപേക്ഷ ഡോക്ടർ മാരാർജിക്ക് നിങ്ങളോടുണ്ട്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, കമന്റ് ചെയ്ത് നല്ല ഒരു ചാനലാക്കി മാറ്റി തരണമെന്ന് അപേക്ഷിക്കുന്നു. നാം ചിന്തിക്കുന്നത് അടുത്തതായി കന്നിരാശിയാണ്. ഇതാണ് കന്നിരാശി. രാശികളിൽ 6ാമത്തെ രാശി. നാം കന്നിരാശിയുടെ ഫലം ഇടവം 9 മുതൽ 15 വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് പറയുന്നത്. അതായത് 2024 മെയ് 23 വ്യാഴാഴ്ച മുതൽ 29 ബുധനാഴ്ച വരെയുള്ള ഫലം. എന്താണ് കന്നിരാശി? ഉത്ര നക്ഷത്രത്തിന്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ 30 നാഴികയാകുന്നു കന്നിരാശി. ഇന്ന് കന്നിരാശിയിൽ ലഗ്നത്തിൽ കേതു, 3-ൽ ചന്ദ്രൻ, 6-ൽ ശനി, 7-ൽ ചൊവ്വ രാഹു, അഷ്ടമത്തിൽ ബുധൻ, 9-ാം ഭാവത്തിൽ സൂര്യൻ, വ്യാഴം, ശുക്രൻ, 11-ൽ മാന്തി. ഇവിടെ ലഗ്നത്തിലെ കേതു ആരോഗ്യപരമായ ചില അരിഷ്ടതകളെ സൂചിപ്പിക്കുന്നു. ലഗ്നാധിപനായ ഗ്രഹവും അഷ്ടമത്തിലാണ്. ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഓടിപ്പോകലുമൊക്കെ ഉണ്ടാകാം. 8-ാം ഭാവത്തിൽ മേടത്തിൽ നിൽക്കുന്ന ബുധൻ നല്ല ഒരു ഫലത്തെ പറഞ്ഞിട്ടില്ല. പരയുവതിരത തദർത്ഥവാദേഹി ഹൃദവിഭവ കുലവാംസന കുജക്ഷേ എന്നാണ് ബുധന്റെ ഫലം മേടത്തിൽ പറഞ്ഞിട്ടുള്ളത്. പരയുവതിയിൽ രതി വരുന്നു. തദർത്ഥവാദ അതിനുവേണ്ടി തൻ്റെ വിഭവങ്ങൾ നശിപ്പിക്കുന്നു. അതുകൊണ്ട് വളരെ ജാഗ്രത പാലിക്കുക. പീഡന വിഷയത്തിലൊക്കെ പെട്ടുപോയാൽ ഇന്ന് തല ഊരാൻ വളരെ പ്രയാസമാണ്. ചെറിയ ചെറിയ കേസുകളായാലും അത് പോക്സോ രീതിയിൽ വളർന്ന് സമൂഹത്തിൽ നമ്മളുടെ ഐഡന്റിറ്റിയെ പോലും നശിപ്പിക്കുന്നു. നമുക്ക് മാത്രമല്ല, നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ രക്ഷിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരികൾ, സുഹൃത്തുക്കൾ, ഇവർക്കൊക്കെ ഒരു താൽക്കാലികമായ നൈമിഷികമായ ചാബല്യങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്ന വില ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. വളരെ ജാഗ്രത പാലിക്കുക. പേരുദോഷം വരാതിരിക്കാൻ നോക്കുക. ബുധൻ കുമാരനാണ്. നിസ്സാരമായ തമാശക്ക് ചെയ്യുന്ന പല കാര്യങ്ങൾ പോലും അതിൻ്റെ കോൺസിക്വൻസസ്, പരിണത ഫലം വളരെ മോശമായിരിക്കും. നിർബന്ധമായിട്ടും കന്നിരാശിക്കാർ ഈ ഒരാഴ്ച സമാധാനമായിട്ടിരിക്കണം. നിങ്ങൾക്ക് യാത്ര ചെയ്യുവാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഈ ബുധൻ തരുന്നതാണ്. ഭവന്തീഹ ദേശാന്തരസ്ഥേ വിശ്രുതാഹ, ദേശാന്തരെ അന്യദേശത്ത് വിശ്രുതാഹ, പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്നു 8-ലെ ബുധൻ. ദീർഘായുസിനെ പ്രദാനം ചെയ്യുന്നു. ഏത് ഗ്രഹവും 8-ാം ഭാവത്തിൽ നിന്നാൽ വളരെ മോശമാണ്. ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും. പക്ഷേ അതിനൊരു അപവാദം ബുധൻ മാത്രമാണ്. വിശ്രുത ഗുണാഹ എന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത്. തൻ്റെ ക്വാളിറ്റിയാൽ തനിക്ക് അംഗീകാരം ലഭിക്കുന്നു ലോകം മുഴുവനും. അത്ര നല്ല ബുധനാണ്. പക്ഷെ അത് മേടത്തിലായതുകൊണ്ടാണ് ഡോക്ടർ മാരാർജി നിങ്ങളോട് ഉപദേശിക്കുന്നത് ശ്രദ്ധിക്കുക. ബാക്കി എല്ലാ ഗ്രഹങ്ങളും, ഇവിടെ ധനാധിപനായ ഗ്രഹം വളരെ നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. ഭാഗ്യസ്ഥാനത്ത് സൂര്യനും വ്യാഴവും ശുക്രനും ഒക്കെ നിൽക്കുന്നുണ്ട്. ഭൂമി ലഭിക്കുവാൻ ഏറ്റവും നല്ല സമയമാണ്. ഭൂമിയുടെ ലാഭം ചതുർഭൂമികം തദ്ഗൃഹം തസ്യ ഭൂമിപതിർ വല്ലഭോ വല്ലഭ ഭൂമിദേവാഹ. രാജാവും ബ്രാഹ്മണനും തൻ്റെ അടുത്ത ആളാവുമെന്നാണ്. എങ്ങനെയാണ് ബ്രാഹ്മണൻ നമ്മുടെ അടുത്ത ആളാവുക? ബ്രാഹ്മണർക്ക് നല്ല ദക്ഷിണയൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചാൽ അവരുടെ അനുഗ്രഹം മാത്രം മതി. അതുകൊണ്ട് ബ്രാഹ്മണന്റെ സന്തോഷം ലഭിക്കണമെങ്കിൽ നമുക്ക് നല്ല സാമ്പത്തികമായ നല്ലൊരവസ്ഥ ഈ വാരം സംജാതമാകുന്നതാണ്. കർമ്മമേഖലയിൽ നല്ല ഗുണം ലഭിക്കുന്നതാണ്. ഒരു ജോലി മാറി മറ്റൊരു ജോലിയിലേക്ക് മാറുവാനുള്ള ഒരു ടെൻഡൻസി കൊണ്ട് ഉറക്കമുണ്ടാവുകയില്ല. അതുകൊണ്ട് ജോലി മാറാം. ആലോചിച്ച് നമ്മുടെ ജാതകത്തിലും സമയം അനുകൂലമാണെന്ന് നോക്കിയിട്ട് ആ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുക. ഇവിടെ യാത്രാപതിയായ ഗ്രഹം വ്യാഴം വളരെ ശക്തമാണ്. പൂർണ്ണമായും ഒരു അധിയോഗം ഇവിടെ ഉണ്ട്. ചന്ദ്രാൽ അധിയോഗമുള്ള രാശിയാണിന്ന് കന്നിരാശിക്കാർ. സൗമ്യഹി സ്മരാരി നിധിനേഷു അധിയോഗ ഇന്തോഹോ. ചന്ദ്രന്റെ 6-ലും 7-ലും 3 ശുഭഗ്രഹങ്ങളും നിൽക്കുന്നു. അതൊരു മന്ത്രിയുടെ യോഗമാണ്. തസ്മിൻ ചമൂപ തസ്മിൻ സജീവഹ. തനിക്ക് മന്ത്രിയാവുമെന്നാണ്. അതുകൊണ്ട് ജോലിയിൽ തൻ്റെ കർമ്മമേഖല സുദൃഢമായിരിക്കും. ധനപരമായ അഭിവൃദ്ധി അതിലൂടെ ഉണ്ടാവും. കന്നിരാശിക്കാർക്ക് ഇനി 9-ലും 10-ലും 11-ലും വ്യാഴം വരികയാണ്. ജൂൺ 1 മുതൽ
അതിൻ്റെ ഗുണം പൂർണ്ണമായിട്ടും അറിയും 9-ലെ വ്യാഴത്തിന്. വീട് നിർമ്മാണം, അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ, യാത്ര, ഇതൊക്കെ കന്നി രാശിക്കാർക്ക് വളരെ ഗുണമാണ്. സന്താന വിഷയത്തിലേക്കും വളരെ അനുകൂലമായ ഒരു സമയമാണ്. വിവാഹം കഴിയുവാനുള്ള സമയവും വിവാഹ തീരുമാനങ്ങളുടെ സമയവും ഇവിടെ അനുകൂലമായി വരുന്നതാണ്. എങ്കിലും 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഒരു വില്ലനായി നിൽക്കുന്ന വിവാഹ സ്ഥാനത്ത്. അതുകൊണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ വിവാഹമുട്ട് നാളികേരം കൊണ്ട് ചെയ്യുക, സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുക, നാഗത്തിന് പ്രത്യേകിച്ച് വഴിപാടുകൾ ചെയ്യണം. പല്ലിന് ക്ലിപ്പിടേണ്ടുന്ന സമയമാണ്, റൂട്ട് കനാൽ ചെയ്യേണ്ടുന്ന സമയമാണ്. പുരുഷന്മാർക്ക് യൂറിക് ആസിഡിന്റെ ഉപദ്രവം വളരെയധികം ഉണ്ടാകും. യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന സമയമാണ്. ഇതൊക്കെ ചൊവ്വ ഉണ്ടാക്കുന്ന രോഗമാകുന്നു. തലയിൽ താരന്റെ ബുദ്ധിമുട്ട് വളരെയധികം ഉണ്ടാകും. ഡ്രൈവ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യരുത്. സഹോദര ഗുണം വേണ്ടത്ര ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ഭൂമിപരമായ വിവാദങ്ങളിലൊന്നും ഈ വാരത്തിൽ ആരും ഇറങ്ങി പുറപ്പെടേണ്ടതില്ല. ജൂൺ 8 കഴിഞ്ഞ് സഹോദര ഗുണം, ഭൂമി ലാഭം, ഇതൊക്കെ അനുകൂലമായി വരട്ടെ കന്നിരാശിക്കാർക്ക്. പിന്നെ കന്നിരാശിക്കാർക്ക് 23-ാം തീയതി വ്യാഴാഴ്ച ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ്. 9:50 ശേഷമുള്ള സമയം കാലത്ത്. 25-ാം തീയതി ശനിയാഴ്ച 12 മണി മുതൽ ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ധനപരമായ വാങ്ങൽ കൊടുക്കൽ അന്ന് ചെയ്യേണ്ടതില്ല. 27-ാം തീയതി തിങ്കളാഴ്ച വളരെ അനുകൂലമാണ്. 10:30 മുതലുള്ള സമയം എല്ലാ കാര്യങ്ങൾക്കും, മംഗളകാര്യങ്ങൾക്ക് മുഴുവനും. അതേ രീതിയിൽ 29-ാം തീയതി ബുധനാഴ്ച എല്ലാ കാര്യങ്ങൾക്കും, തിരുവോണവും അവിട്ടവുമാണ്, വളരെ അനുകൂലമായ സമയമാണ്. ഏതായാലും ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ബുധനെ വളരെ ജാഗ്രത പാലിക്കുക. ബുധൻ ഇടവൻ രാശിയിൽ വരുന്നത് വരെ വ്യാഴാഴ്ചകളിൽ നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടായി ചെയ്യുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും നല്ല ഒരു വാരത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.